മുഹമ്മദ് സലാഹും ലിവർപൂളും തമ്മിലുള്ള ഭിന്നത മുതലെടുക്കാൻ സൗദി ക്ലബ്ബുകൾ. മാഡ്രിഡിൽ ചോദ്യം ചെയ്യപ്പെട്ട സാബി അലോൺസോയുടെ ഫ്യൂച്ചർ. പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ പിടിക്കാൻ പുതിയ ആയുധം നേടി ടോപ്പ് 5 ക്ലബ്ബുകൾ. ജനുവരി ട്രാൻസ്ഫർ അടുത്തിരിക്കെ ചടുല നീക്കങ്ങളാണ് ടീമുകൾ. പുതിയ ട്രാൻസ്ഫർ വാർത്തകളും ഗോസിപ്പുകളും എന്തെല്ലാമാണ് പരിശോധിക്കാം. ഏതാനും ദിവസങ്ങളായി ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പുകളിലൊന്ന് മോസലായും പരിശീലകൻ അർനെ സ്ലോട്ടും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. പോയ 3 മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നതോടെ ഈജിപ്ഷ്യൻ താരം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ ആൻഫീൽഡിൽ കറുത്ത പൂ ഉയർന്നിരുന്നു. ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ലിവർപൂൾ വൻ തോൽവി നേരിട്ടതിന് പിന്നാലെയുള്ള മത്സരങ്ങളിൽ സലാഹിനെ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല. ടീമിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം തന്നിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായും കോച്ചുമായി നിലവിൽ നല്ല ബന്ധത്തിലല്ലെന്നും സലാഹ് തുറന്നടിച്ചിരുന്നു. പിന്നാലെ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാനെതിരായ മത്സരത്തിലേക്കും താരത്തെ അർനെ സ്ലോട്ട് സെലക്ട് ചെയ്തിരുന്നില്ല. സലാഹിന് ടീമിലുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാനും സ്ലോട്ട് തയ്യാറാകാതെ വന്നതോടെ താരം ക്ലബിന് പുറത്തേക്കെന്ന അഭ്യൂഹത്തിന് ശക്തി പകർന്നു. പോയ സമ്മർ ട്രാൻസ്ഫറിൽ 2 വർഷത്തേക്കാണ് ഈജിപ്ഷ്യൻ താരം ഇംഗ്ലീഷ് ക്ലബ്ബുമായി കരാർ പുതുക്കിയത്. നിലവിൽ സൗദി ക്ലബ്ബുകളാണ് താരത്തെ എത്തിക്കാൻ സജീവമായി രംഗത്തുള്ളത്. അൽ ഹിലാൽ, അൽ ഇത്തിഹാദ്, അൽ നാസർ എന്നിവർക്കെല്ലാം ലിവർപൂൾ ഫോർവേഡിനൊപ്പം എത്തിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. സമ്മർ ട്രാൻസ്ഫറിൽ സലാഹിനായി കാര്യമായ ശ്രമം നടത്തിയ ക്ലബ്ബാണ് അൽ ഹിലാൽ. എന്നാൽ സൗദി ലീഗിലേക്ക് പോകാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ താരം ലിവർപൂളിനൊപ്പം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ വർഷം ആദ്യം നെയ്മറുമായുള്ള കരാർ അവസാനിച്ചതിനാൽ മറ്റൊരു സൂപ്പർ താരത്തെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അൽ ഹിലാൽ. 2023 സമ്മറിൽ 150 മില്യൺ പൗണ്ടിന്റെ ബിഡാണ് സലാഹിനായി അൽ ഇത്തിഹാദ് മുന്നോട്ട് വെച്ചത്. 2 വർഷങ്ങൾക്കിപ്പുറവും താരത്തിനായി രംഗത്തെത്തുമ്പോൾ ട്രാൻസ്ഫർ ഫീൽ ഗണ്യമായ കുറവുണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കരീം ബെൻസിമ, എൻഗോളോ കാൻഡെ എന്നിവർക്ക് പുറമെ മുൻ ലിവർപൂൾ ടീംമേറ്റ് ഫാബീനോയുടെ സാന്നിധ്യവും അൽ ഇത്തിഹാദിനുണ്ട്. ടർക്കിഷ് ക്ലബ് ഗലറ്റസറായ്, ഇറ്റാലിയൻ ക്ലബ് നാപ്പോളി, MLS ക്ലബ് ഇന്റർ മയാമി എന്നിങ്ങനെ സലാഹിനെ ചുറ്റിപ്പറ്റി നിരവധി റൂമറുകളാണ് പ്രചരിക്കുന്നത്. കരാറിലുള്ള സലാഹിനെ സൗദിക്ക് കൊടുത്ത് ഭീമൻ തുക പറ്റാൻ ലിവർപൂളിന് ആഗ്രഹമുണ്ടെന്നും വാർത്തകളുണ്ട്. ലാലിഗയിൽ സ്ഥിരത പുലർത്താൻ പാടുപെടുന്ന റയൽ മാഡ്രിഡും ജനുവരി ട്രാൻസ്ഫറിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മധ്യനിരയിലേക്കും പ്രതിരോധത്തിലേക്കും ചില നിർണായക മാറ്റങ്ങൾ ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ക്ലബ്ബുള്ളത്. നിലവിൽ 32-കാരൻ റൂഡിഗറിന്റെയും 33-കാരൻ ഡേവിഡ് അലാബയുടെയും കരാർ ജൂണിൽ അവസാനിക്കും. കരാർ പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടുമില്ല. ഡീൻ ഹ്യൂസ്റ്റൺ, എഡർ മിലിറ്റാവോ, അക്കാദമി താരം റൗണ്ട് അസൻസിയോ എന്നിവരാണ് റയലിന്റെ സെൻട്രൽ ഡിഫൻസിലെ പ്രധാന ഓപ്ഷനുകൾ. ഇതിൽ മിലിറ്റാവോ വീണ്ടും പരിക്കിന് പിടിയിലായതോടെ പ്രതിരോധം വലിയ ടാസ്ക് ആയിരിക്കുകയാണ്. ക്രിസ്റ്റൽ പാലസിന്റെ മാർക്ക് വേവി, ബയൺ മ്യൂണിക്കിന്റെ ഡയോട്ട് ഉപമെക്കാനോ എന്നീ താരങ്ങളും റയലിന്റെ റഡാറിലുണ്ട്. ജൂണിലാണ് ഇരു താരങ്ങളുടെയും കരാർ അവസാനിക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫർ വരെ കാത്തിരിക്കുമോ അതോ മിഡ് സീസണിൽ തന്നെ ഒപ്പം എത്തിക്കോ എന്നും കണ്ടറിയണം. ലിവർപൂൾ താരം ഇബ്രാഹിമെ കൊണാട്ടെ നേരത്തെ റയൽ നോട്ടമിട്ടിരുന്നുവെങ്കിലും നിലവിൽ ആ ഡീൽ അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷേ കൊണാറ്റയുടെ അടുത്തിടെയുള്ള പെർഫോമൻസ് കണ്ടാകണം. മധ്യനിരയിലേക്ക് സിറിയ ക്ലബ് കോമയുടെ അർജന്റീൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നീക്കോ പാസിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും റയൽ സ്കൗട്ടിംഗ് ടീം നടത്തിവരുന്നുണ്ട്. ഗെയിം ടൈം ലഭിക്കാത്തതിനാൽ ബ്രസീലിയൻ വിംഗർ റോഡ്രിഗോ ക്ലബ്ബ് വിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന വാർത്തകളും പുറത്തുവരുന്നു. ഇത് സമ്മറിലേക്ക് കേട്ടിരുന്നുവെങ്കിലും നടന്നില്ല. മിഡ് സീസൺ ട്രാൻസ്ഫറിൽ എൻട്രിക്, ഗോൺസാലോ ഗാർഷ്യ എന്നിവരെ ലോണിൽ വിടാനും റയലിന് പദ്ധതിയുണ്ട്. അവസാന ലാലിഗ മത്സരത്തിൽ സെൽറ്റ വിഗോയോട് തോറ്റതോടെ റയലിൽ സാബി അലോൺസോയുടെ പരിശീലക കസേരക്കും ഇളക്കം തട്ടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ വരാനിരിക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് അടിതെറ്റിയാൽ കടുത്ത നടപടികളിലേക്ക് ക്ലബ്ബ് നീങ്ങിയേക്കുമെന്നാണ് അത്ലറ്റിക് അടക്കമുള്ള പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പകരം കോച്ചിനായുള്ള അനൌദ്യോഗിക ശ്രമം ആരംഭിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നു. പ്രീമിയർ ലീഗ് ടോപ്പ് 4-ൽ ഇടം പിടിക്കാനായി കഠിന ശ്രമം നടത്തുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡും മിഡ് സീസൺ ട്രാൻസ്ഫറിൽ നിർണായക നീക്കങ്ങൾ നടത്തിയേക്കും. പുതിയൊരു മിഡ്ഫീൽഡർക്കായാണ് റൂബൻ അമോറിം ജനുവരി ട്രാൻസ്ഫറിൽ നോട്ടമിടുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ യുവ മിഡ്ഫീൽഡർ ഏലിയറ്റ് ആൻഡേഴ്സൺ, ക്രിസ്റ്റൽ പാലസിന്റെ ആദം വാർട്ടൺ, ബ്രൈറ്റൺ താരം കാർലോസ് ബലേബ എന്നിവരാണ് റെഡ് ഡെവിൾസിന്റെ സാധ്യതാ പട്ടികയിലുള്ളത്. കോബി മൈനു, കസമിറോ, മാനുവൽ ഉഗാർട്ടെ എന്നിവരുടെ റീപ്ലേസ്മെന്റായി ഫ്യൂച്ചർ മുൻനിർത്തിയും ക്ലബ്ബ് നീക്കം നടത്തുകയാണ്. ജനുവരി ട്രാൻസ്ഫറിൽ കാര്യമായ ശ്രമം നടത്താൻ ഗണ്ണേഴ്സ് തയ്യാറായേക്കില്ല. നിലവിൽ പ്രതിരോധ നിലയിലടക്കം പരിക്കലട്ടുന്നുണ്ടെങ്കിലും പുതിയ താരങ്ങളെ എത്തിക്കാനും പറഞ്ഞയക്കാനും അടുത്ത സമ്മർ ട്രാൻസ്ഫറെ കാത്തിരിക്കാനാകും ഗണ്ണേഴ്സിന്റെ തീരുമാനം. അതേസമയം ബോൺമൗത്ത് വിംഗർ അന്റോണിയോ സമനെ എത്തിക്കാൻ പ്രധാന ക്ലബ്ബുകൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ സീസണിൽ മിന്നും ഫോമിൽ കളിക്കുന്ന 25-കാരൻ ഘാന ഫോർവേഡിനായി 65 മില്യന്റെ വലിയ തുകയാണ് ബോൺമൗത്ത് വിലയിട്ടത്. മാഞ്ചസ്റ്റർ സിറ്റി, യുണൈറ്റഡ്, ടോട്ടനം, ലിവർപൂൾ അടക്കം താരത്തിനായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സൗദി ട്രാൻസ്ഫർ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ബാഴ്സ താരം റഫീഞ്ഞ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വരും സീസണിലും കറ്റാലൻ ക്ലബിനൊപ്പം തുടരുമെന്ന സൂചനയാണ് റഫീഞ്ഞ നൽകുന്നത്. ബാഴ്സയുടെ മാർക്ക് ബെർണാഡിന് പിന്നാലെ ജിറൂണയും രംഗത്തുണ്ട്. അതിനിടയിൽ കോബി മൈനുവിനെ ബയൺ നോക്കുന്നു. ജൂഡ് ബെല്ലിംഗാമിനായി 150 മില്യണിന്റെ ബിഡ് യുണൈറ്റഡ് വെച്ചു. യുവന്റസിൽ നിന്നും കെനാൻ ഇൽദിനെ ആഴ്സണൽ ചോദിക്കുന്നു അടക്കമുള്ള ഗോസിപ്പുകളും വിവിധ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും സ്ഥിരീകരണമില്ല.